എന്റെ ദൈവം തമ്പുരാനെ, ലോകത്തുള്ള എല്ലാ സംഗീതജ്ഞന്മാരുടെ കാലെ പിടിച്ച് ഞാൻ ആദ്യമേ തന്നെ മാപ്പ് പറയാം. വേറെ നിവർത്തിയില്ല, പെട്ടുപോയി. പട്ടിണിയാന്നേ. എന്തോരം പിള്ളേര് സംഗീതം പഠിച്ചോണ്ടിരുന്ന സ്കൂളായത്. ഇപ്പൊ ഒരു ഒറ്റ ഒരെണ്ണമില്ല. എന്തായാലും സാധകം മുടക്കണ്ട, സാധകം ചെയ്യാം. ആശം പിടിച്ച പാട്ടി. ഞാൻ എപ്പോ ഹാർമോണിയം എടുത്തോണ്ട് ഇരുന്നാൽ ഈ പട്ടി അങ്ങ് തുടങ്ങുവാങ്ങ്. അതെങ്ങനെ? എന്റെ പേരല്ലേ പട്ടി കിട്ടേക്കുന്നത്. പട്ടിയെ വിളിച്ച പട്ടിയും കുരയ്ക്കും, എന്നെ വിളിച്ച ഞാനും കുരയ്ക്കും. പട്ടി അവിടുന്ന് തല്ലി അങ്ങ് കൊല്ലാന്. എനിക്ക് ഒരുതാവുണ്ടെങ്കിൽ എന്തു ഞാൻ അവനെ വിളിക്കും. പൊന്നെന്നോ പൊരുളെന്നോ തങ്കക്കൂടമെന്നോ. തൊണ്ട പൊട്ടി ചത്തിട്ട്. എടി കൊല്ലത് കട്ടൻ ചായ കൊണ്ടുപാടിയായി. ഞാൻ സാധനം ചെയ്യുന്ന കണ്ടില്ലേ? എന്തിനാ നിങ്ങൾ രാവിലെ ഇങ്ങനെ കിടന്ന് ഒച്ച വെക്കുന്നത്? എടി ഞാൻ ട്യൂൺ ചെയ്യുവാന്ന്. ഒരു പ്രാവശ്യം ട്യൂൺ ചെയ്ത ഞാനിപ്പോ ഇതിനകത്തിരിക്കുന്നത്. നീ പഴയ കാര്യം പറഞ്ഞ് എന്നെ പേടിപ്പിക്കാതെ. ഞാൻ നിന്നെ ട്യൂൺ ചെയ്ത കാര്യമല്ല പറയുന്നത്. ഞാൻ ഹാർമോണിയം ട്യൂൺ ചെയ്യുവാന്ന്. ഓ, ഇനി അതിനെ കൂടെ ട്യൂൺ ചെയ്യാനുള്ളൂ. നീ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എടി 100 പിള്ളേർ പഠിച്ചോണ്ടിരുന്ന സംഗീത സ്കൂളാണ് ഇത്. എത്ര? അപ്പൊ 50. എങ്ങനെ? എടി ഈ പഞ്ചായത്തിൽ അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞനാണ് ഞാൻ. മാമ്പറ്റ അപ്പുമാഷ്. നിങ്ങൾ മാമ്പറ്റ അപ്പുമാഷ്? മാമ്പറ്റ അപ്പുമാഷല്ല, ചിതൽപുറ്റി പിടിച്ച അപ്പുമാഷ്. ഇരുന്നിരുന്ന് ചിതൽ പുറ്റു പിടിച്ച്. പൊടി നീ എണിച്ച് പോയേ. നീ പോയി അടുക്കള പോയി. ജീവിതം തോലഞ്ഞ എന്റെ ജീവിതം. ജീവിതം നാശം പിടിച്ച ഈ പട്ടി. ഒരു കല്ലുമില്ല. ഹാർമോണിയത്തിന്റെ കട്ട എന്നെ ചെറിയ സായിരിക്കട്ടെ. ഹാർമോണിയത്തിന്റെ കട്ടയും പിടിച്ച് കടിച്ചു പിടിച്ചോണ്ട് ഇപ്പൊ ടൂണി കരയുവാ. മര്യാദക്ക് ഈ പട്ടി ഇവിടുത്തെ കൊണ്ട് കളഞ്ഞോണം. പട്ടിയെ ഞാൻ കൊണ്ട് കളയാനായിട്ട്? ഈ പട്ടി കാരണം എനിക്ക് ഇവിടെ പാടാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, എന്റെ പേരാണ്. അല്ലെങ്കിൽ ആ പട്ടിയുടെ പേര് മാറ്റിയിടാം. എങ്ങനെ? ആ പട്ടിയുടെ പേര് മാറ്റിയിടാൻ. എന്നാ നീ പട്ടിക്കൊരു പേര് പറ. ഞാൻ പട്ടിക്ക് പേരിട്ടാ നീ ആ പേരിടൂ? ആ, പേരിടാം. ഉറപ്പാണോ? പിന്നെ കേട്ടോണേ. റോക്കി ബായ്. അനക്കൂലല്ലോ, അനങ്ങത്തില്ല. ഇനിയിപ്പോ കണ്ടോ അപ്പു? എന്താ? എടാ പട്ടി, നിന്നെ എന്നെ വിളിച്ച ആ പട്ടിയാ ഞാൻ വിളിച്ചത്. ഇതാണ് പ്രശ്നം. ഇത് കണ്ടാ? അപ്പു എന്ന് വിളിച്ചപ്പോ അവന്റെ വാല് കറങ്ങുന്നുണ്ടോ? ഫാൻ കറങ്ങുന്ന പോലെ കറങ്ങുന്ന കണ്ടോ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞ പട്ടിയുടെ പേര് മാറ്റിയ പട്ടിക്ക് മനസ്സിലാകത്തില്ല. നിന്റെ പേര് മാറ്റി നിനക്ക് മനസ്സിലാകുമല്ലോ. നീ മര്യാദക്ക് പട്ടിയുടെ പേര് മാറ്റാനാ പറഞ്ഞത്. പട്ടിയുടെ പേര് മാറ്റുന്ന പ്രശ്നമില്ല. ഞാൻ നിയമപരമായിട്ട് പോകും. ഞാൻ നിയമപരമായിട്ട് പോക്കും. കാണാം. അപ്പു ഇവിടെ വിളിച്ചതാണോ? അയ്യോ പൊന്ന് മാഷേ. നമസ്കാരം മാഷേ. നമസ്കാരം മാഷേ. ഞാൻ അമൃത ടിവിയിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ സംഗീത പരിപാടിയിലേക്ക്. എനിക്ക് ഒട്ടും പറ്റൂല. ഞാൻ ഭയങ്കര ബിസിയാണ്. പ്രത്യേകിച്ച് ഈ ജഡ്ജസ് ആയിട്ടൊക്കെ വന്നിരിക്കുന്ന തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. അതല്ലേ മാഷേ, ആ സംഗീത പരിപാടിയിലേക്ക് പാട്ടിന് പങ്കെടുക്കാൻ വേണ്ടി ഓഡീഷൻ മാഷിന്റെ അടുത്ത് പാട്ട് പഠിക്കാൻ വേണ്ടി വന്നതാ. എന്താ മാഷേ? അല്ല, സന്തോഷം കൊണ്ടാ. പാട്ട് പഠിക്കാൻ വേണ്ടി വന്നാണോ? പാട്ട് പഠിക്കാൻ വന്നതാ. അവര് വേറെ കാര്യമുണ്ട്. ഈ പാട്ട് പഠിക്കുന്നതിന് മുമ്പ് ഒരു സംഭവമുണ്ട്. ദക്ഷിണേന്ത്യയെ അതിപ്പോ കേരളം, തമിഴ്നാട്, കർണാടക അതൊക്കെ അല്ലേ ദക്ഷിണേന്ത്യ? ഞാൻ അതല്ല പറഞ്ഞേ. ദക്ഷിണ വെക്കത്തില്ലേ? ദക്ഷിണ ഈ പാക്കും വെറ്റിലെ അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, ഈ പാക്കും വെറ്റിലേക്കും ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ട്. അയ്യോ പോകല, അതും മറന്നുപോയി മാഷേ, സോറി. എന്റെ പെങ്കൊച്ച അതിനിടയ്ക്ക് വല്ല പൈസ വല്ലതും വെക്കാൻ. അത് ഞാൻ 1 രൂപയുടെ കോയിൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും, 25 രൂപ കൊണ്ടുവന്ന് 5 സെന്റ് വസ്തുവും മേടിച്ചിട്ട് 50 പൈസ കൊണ്ടുവന്ന് ബാങ്കിൽ വിടാം. ഞാൻ ദൂരത്തടിച്ചാലോ? കാല് തൊട്ടെഴുതില്ല മാഷേ. കാല് തൊട്ട് വിടൂ. ഇരിക്ക, തുടങ്ങാം. സംഗീതം എന്ന് പറഞ്ഞാൽ അനന്ത സാഗരമാണ്. പകച്ചു നിൽക്കുന്ന ആൾക്കാരാണ് നമ്മള്. അന്ന് കേട്ട് നല്ലോണം പഠിക്കണം കേട്ടോ. തുടങ്ങാം. ആശം പിടിക്ക പട്ടി. അല്ല, ഈ ഹാർമോണിയത്തിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ അതിന് ഇളകുന്നതാ. അത് കാര്യമാക്കണ്ട. സാ
അരിയോ? അരി അരി ശ്രദ്ധിച്ച് പാട് മോളെ കേട്ടോ. സാ കുട്ടി ആ. രണ്ടിടത്ത് പോയി കേട്ടോ. രണ്ടിടത്തല്ല മാഷി, ഞാൻ മൂന്നിടത്ത് പോയിട്ടുണ്ടായിരുന്നു. ആദ്യം തോപ്പുംപടിയിൽ ഒരു മാഷിന്റെ അടുത്ത് സംഗീതം പഠിക്കാൻ പോയി. അപ്പൊ അച്ഛന്റെ 2 സെന്റ് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഫോട്ടോച്ചി പോയി. അപ്പൊ അച്ഛന്റെ 3 സെന്റ് പോയി. പിന്നെ അരിക്കുറ്റി പോയി. അപ്പൊ അച്ഛന്റെ 10 സെന്റ് പോയി. ഇതൊരു അച്ഛനൊരു പാഠം പഠിച്ചു. അല്ലേ പരിവായി. മാഷി എനിക്ക് ആ മറ്റേ സർഗത്തിലെ പാട്ടില്ലേ, അതൊന്നും ഗോക്കളമേച്ച്, ആ പാട്ട് അത് പഠിച്ചു. ഉഗ്രം പാട്ടാ. അത് ഫസ്റ്റ് കിട്ടാൻ സാധ്യതയുള്ള പാട്ടാ. അത് മതി. ഇച്ചിരി ടഫ് എന്ന് പറഞ്ഞാൽ ഗോക്കള ആ ഭാഗമാണ്. ആ. ശ്രദ്ധിച്ച് കേട്ടണം. ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും. ഗോക്കളമേച്ചും അങ്ങനെയല്ല, ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും. ഗോക്കളമേച്ചും അല്ലല്ല, ഗോക്കളെ മേച്ചും. ഗോക്കള ഏത് മാച്ചാ കളിച്ചേ? ഗോക്കള ഏത് മാച്ചാ കളിച്ചേ? IPL. പറഞ്ഞ അവിടുന്ന് ഇന്നത്തെ സമയം ശരിയല്ല. നമുക്ക് വേറെ ദിവസം പഠിച്ചാൽ നാളെ വൈകുന്നേരം 5 മണിക്ക്. ഇന്നത്തെ മൂടി ശരിയല്ല. അതുകൊണ്ടാ ശരി മാഷെ, ശരി. പറഞ്ഞു മനസ്സിലായ? ഇവന്റെ പട്ടി കാരണം ഇവന്റെ പട്ടി ചത്തേച്ച് ഞാൻ പാട്ട് പഠിപ്പിക്കണേ നല്ലത്. ചേട്ടോ, ആ ഹലോ, നിങ്ങളെ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. എവിടുന്നാ വരുന്നേ? മുണ്ടൂര്. അയ്യോ, മുണ്ടൂരി ഇവിടെ നിൽക്കല്ലേ, എല്ലാം പട്ടി കടിച്ചു പറിച്ചോട്ടു. ഇത് മുണ്ടൂരാണില്ലെന്ന്. പാലക്കാട് മുണ്ടൂർ എന്നൊരു സ്ഥലമുണ്ട്. ആ. അവിടെ നിന്ന് പരിപാടി ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നാണല്ലേ? എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രോഗ്രാം? നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാം വെറൈറ്റി പരിപാടിയാണ്. ആ. വലിയൊരു ഗോളം, ആ. അതിന് ചുറ്റും തീ, എന്നിട്ട് അതിനകത്തോട് ഡൈവ് ചെയ്യും. അപ്പൊ ഫസ്റ്റ് പാട്ട് പരതത്തിലെ രാമകഥ, ആകെതാ അതൊക്കെ എടുക്കും. ആ. പിന്നെ വേറെ പിന്നെ നമ്മൾ 7 കപ്പ് അങ്ങോട്ട് കമത്തി വെക്കും. ആ. ഇതിൽ ഏതെങ്കിലും ഒരു കപ്പിന്റെ അടിയിൽ ഒരു ബോൾ വെക്കും. ആ. എന്നിട്ട് ഈ കപ്പിന്റെ അടിയിരിക്കുന്ന ബോൾ ഏതാന്ന് കൃത്യമായിട്ട് മണത്ത് കണ്ടുപിടിക്കും ഞങ്ങളുടെ അപ്പു. അപ്പൊ പാട്ട് പാടിയല്ലേ? പാട്ട് പാടുകയല്ല, പിന്നെ ഒരയ്ക്കും. ഒരക്കോ? ആ. അപ്പു മാഷോ? അപ്പു മാഷ് പാട്ട് പാടുക മാത്രമല്ല, പാട്ട് പാടുകയും ചെയ്യും, ഓടുകയും ചെയ്യും. നിങ്ങൾ എന്നെ ഉദ്ദേശിക്കുന്നത് എന്നാ? ഞാൻ വന്നതെന്ന് വെച്ചാ ആ. അപ്പു മാഷിന്റെ കച്ചേരി ബുക്ക് ചെയ്യാൻ വന്നതാ. ഇന്നലെ എല്ലാവരും കൂടെ തീരുമാനം എടുത്തു അപ്പു മാഷിന്റെ കച്ചേരി തന്നെ വെക്കണമെന്ന്. കാരണം ഇരുത്തം ഒരു കലാകാരനല്ലേ? കറക്റ്റ് കാര്യാ. 4 വർഷമായിട്ട് ഒരേ ഇരിപ്പ, എങ്ങും പോകുന്നില്ല. ആണല്ലേ? നിങ്ങൾക്ക് തലപ്രാന്തുണ്ടോ? എവിടെ പരിപാടി? എവിടാ? പാലക്കാടല്ലേ? പാലക്കാട്. എന്നാത്തിന്റെ പരിപാടിയാ? ഫ്ലവർ ഷോ. അപ്പൊ പൂക്കൾ വെച്ചായിരിക്കും ഏറ് കിട്ടുന്നല്ലേ? പൂ മാത്രമല്ല, പിന്നെ പൂവിന്റെ ഒരു ചട്ടി ഉണ്ടല്ലോ. ആണല്ലേ? ആ. ഒരു കാര്യം ചെയ്യ്, ആ മിച്ചം വരുന്ന പൂക്കളെല്ലാം കൂടെ കൊണ്ട് നിങ്ങൾ റീത്ത് ഉണ്ടാക്കണം. അതിന് എന്നിട്ട് ടൗൺ ഹാൾ ബുക്ക് ചെയ്യണം. ഞങ്ങൾക്ക് ഹാളുണ്ടല്ലോ. അങ്ങനല്ല, ഇങ്ങേറെ കച്ചേരി പൊളിയും. കലാകാരനല്ലേ, ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞത്. ആണല്ലേ? ആ. അപ്പൊ പൂവിന്റെ ചെലവ്, അതെ. കച്ചേരി ബുക്ക് ചെയ്യുന്ന ചെലവ്, അതെ. പിന്നെ പുള്ളിനെ കൊണ്ടുപോകാനുള്ള വണ്ടി വിളിക്കണം, പിന്നെ ഹാള് ബുക്ക് ചെയ്യണം. മൊത്തത്തിൽ ചെലവാ. ഭയങ്കര ചെലവാവും. ഒരു കാര്യം ചെയ്യും, എന്റെ അപ്പുവിന്റെ ഡോഗ് ഷോ വെക്ക്. പ്രോഗ്രാം ഉണ്ടോ? പ്രോഗ്രാം ഉണ്ടോന്നു ഈ മാസം ഇച്ചിരി കുറവാ. കന്നിമാസമായി കഴിഞ്ഞാൽ പരിപാടിയോടുകൂടി പരിപാടിയാ. പിടിച്ചാ കിട്ടില്ല. പിടിച്ചാ കിട്ടത്തില്ല. ഇഷ്ടം പോലെ പരിപാടിയാ. അപ്പൊ നിങ്ങളുടെ പട്ടിയുടെ പ്രോഗ്രാം തന്നെ ബുക്ക്. ഓക്കെ. അപ്പൊ നമുക്ക് ചെറിയൊരു എഗ്രിമെന്റ് ഉണ്ട്. എന്തൊക്കെയത്? എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു 4 തോർത്ത് വേണം, ആ. 2 സോപ്പ് വേണം. സോപ്പ് എന്തിനാ? സോപ്പ് ഇട്ടാലേ പട്ടി സ്റ്റേജിൽ കയറുള്ളൂ. അങ്ങനെ എടാ അപ്പു, എടാ കേറാ മോനെ എന്ന് പറഞ്ഞ് നമ്മൾ സോപ്പ് ഇട്ട് കൊടുക്കാം, എന്നാലേ പട്ടി സ്റ്റേജിൽ കയറുള്ളൂ. പിന്നെ ഒരു കൈസ് സോഡ വേണം. പട്ടി സോഡ കുടിക്കോ? പട്ടി കുടിക്കുകയില്ല, ഞാൻ സോഡ കഴിച്ചേ അടിക്കുള്ളൂ. അങ്ങനെ പിന്നെ പ്രധാനമായിട്ട് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിന്റെ സൈഡിലായിട്ട് ഒരു സർവേ കല്ല് വേണം. അയ്യോ, സർവേക്കല്ല് വേണോ? പിന്നെ എന്തിനാ? എന്തിനെന്ന് പറഞ്ഞാൽ നമ്മൾ കലാകാരന്മാരാണ് കേറുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു മൂത്രസംഖ്യ ഉണ്ടാകും. പട്ടിക്കും അതുണ്ട്. അവന് കേറുന്നതിന് മുമ്പ് യൂറിനൊന്ന് പാസ് ചെയ്യാം. അതിനൊരു സർവേ കല്ല് അവിടെ മസ്റ്റ് ആയിട്ടും വേണം. അപ്പൊ സർവേക്കല്ല് വെക്കാം. സർവേ കല്ല് വേണം. പിന്നെ അവസാനേ അവിടെ വന്നിട്ട് പട്ടി ഷോ കാണിക്കരുത്. അത് എന്നാ വർത്താനായി പറയുന്നത്? പട്ടി ഷോയ്ക്ക് വന്നിട്ട് തന്നെ പട്ടി ഷോ കാണിക്കണ്ടേ? അയ്യോ, അതല്ല. പിന്നെ ചേട്ടന് അവിടെ വന്ന് മദ്യപിച്ചിട്ട് പട്ടി ഷോ കാണിക്കണെന്നാ പറഞ്ഞത്. ഏയ്, കിടുക്കിക്കളയും പരിപാടി. അത് മതി. ഓക്കെ. നേരത്തെ പറഞ്ഞ ആള് ഇതാ ഞാൻ പറഞ്ഞ ആശാൻ. ആ ഇരുത്തം വന്ന കലാകാരൻ. ആശാനേ, ഓഹോ, ഇങ്ങോട്ടാണോ? ആശാന്റെ കച്ചേരി ബുക്ക് ചെയ്യാൻ വന്നതാ. അയ്യോ, സന്തോഷം സന്തോഷം. ഇരുന്നാട്ടെ. നീ ഒരു ചായ എടുത്തേ. അയ്യോ, ചായ ഒന്നും വേണ്ട. ചായ വേണ്ടേ? അപ്പൊ ചായ വേണ്ടടി. ആശാന്റെ കച്ചേരി പൊളിയല്ലേ? എന്നെ പൊളിയാന്നോന്നോ? ഞാൻ വേദി കയറിയ പൊളിക്കും ഞാൻ. അയ്യോ, അതല്ല, ആശാന്റെ കച്ചേരി തല്ലിപ്പൊളിയാണ് ആ ചേട്ടൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഈ ചേട്ടൻ. അവസാനം ഞാൻ വേറൊരു പരിപാടി ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പരിപാടി? അവരുടെ പട്ടി ഷോ ബുക്ക് ചെയ്ത് ഞാൻ. പട്ടു ഷോ ബുക്ക് ബുക്ക് ചെയ്ത് ഞാൻ. അപ്പൊ
ആശാനും കുടുംബമായിട്ട് ആ പട്ടി ഷോ കാണാൻ വന്നേക്കണം കേട്ടോ. ദേ എന്നെ ക്ഷണിച്ചിട്ടും പോണു. അപ്പൊ നീയാണല്ലോടാ എന്റെ പരിപാടി എല്ലാം വെട്ടിപ്പിടിക്കണല്ലേ? ആഹാ, നിന്റെ പരിപാടി വേണ്ട, എന്റെ പരിപാടി വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എന്റെ പരിപാടി ഞാൻ കൊടുത്തത്. എടാ, അതല്ലടാ എന്റെ പേര് നിന്റെ പട്ടി കിട്ടോണ്ടാണ് ഈ പ്രശ്നം. അതുകൊണ്ടല്ലടാ, നിന്റെ കച്ചേരി കൊള്ളാത്തതാണ് പ്രശ്നം. എന്റെ കച്ചേരി കുറ്റം പറഞ്ഞോണ്ടല്ലോ. കച്ചേരി കുറ്റം പറഞ്ഞ നീ എന്നെ ഇവിടെ നിന്നെ ഉണ്ടല്ലോ. നീ എന്നെ അങ്ങനാണ് ഞാനും. എന്നെ പഴം ചെയ്യും നീ അശോക, എന്നെ പഴം ചെയ്യും നീ അശോക. തലക്ക് പിന്നെ ഞാൻ സ്റ്റിച്ചിടും, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ആഹാ, എന്നെ കുറ്റം പറഞ്ഞ എന്റെ പട്ടിയെ കുറ്റം പറഞ്ഞോണ്ടല്ലോ. എടാ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തിട്ട് SI ഇവിടെ. കേട്ടടാ, പട്ടിക്ക് എന്റെ പേരിടുന്നു. ആഹാ കോളറ വരൂന്ന് പോലീസ് സാറെന്തിനാ ഓടുന്നേ? പോലീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സാറ് SI അല്ല സാറേ? ശരിയാണല്ലോ സാറേ ചോദിക്ക്. എന്നാണ് അവിടെ പ്രശ്നം? സാർ ഇവൻ ഒറ്റയൊരുത്തം കാരണം എന്റെ പട്ടിക്ക് ഒരു മനസമാധാനവും ഇല്ല. പട്ടിയെ പോലും വെറുതെ വിടലാണ് rascal. അതല്ല സാറേ, ഇവന്റെ പട്ടിയെ വെച്ച് ബിസിനസ് ചെയ്യുവാ. ആഹാ, പട്ടിയുടെ ശരീരം വിറ്റ് ജീവിക്കുന്നോളാം. കാര്യങ്ങൾ പറഞ്ഞ ഇടിച്ചു എല്ലിയ ഊരും. സാറേ ഇവന്റെ പട്ടി പട്ടിയാ സാറേ. പന്നപ്പട്ടിയോ? പട്ടിയെ കുറ്റം പറയും സാറേ. പട്ടീനെ ഒരിക്കലും നമ്മൾ കുറ്റം പറയരുത്. അതാണ്, മനുഷ്യനോടൊപ്പം തുല്യമായിട്ട് നിർത്തേണ്ട ഒരു ജീവിയാണ് പട്ടി. അതാണ്. നിനക്കറിയാവോ, പോലീസ് നായ വരെ പട്ടിയാ. ആണോ? ആ, പോലീസ് നായ പട്ടിയാണോ? പിന്നെയല്ലേ. ഞാൻ ആടാന്ന് കരുതി നിൽക്കുകയായിരുന്നു. ഒറ്റ എണ്ണം തന്നാ ഉണ്ടല്ലോ. നീ ഒന്ന് മനസ്സിലാക്കണം, എന്റെ വീട്ടിലൊരു പട്ടിയുണ്ട്. എന്നാ ബുദ്ധിശക്തിയാന്നറിയാമോ? അവനോട് എന്ത് പറഞ്ഞാലും അവൻ അപ്പൊ തന്നെ പോയി മേടിച്ചോണ്ട് വരും. അതാണ്, പോയി മീൻ മേടിച്ചോണ്ട് പോടാന്ന് പറഞ്ഞാൽ അവൻ ഒപ്പം തന്നെ മീൻ മേടിച്ചോണ്ട് വരും. ഒറ്റ മീൻ തിന്നത്തില്ല, അറിയാമോ? ഒരെണ്ണം പോലും തിന്നത്തില്ലേ? ഇല്ലെന്ന്. 10 മീനുണ്ടെങ്കിൽ 9 മീൻ തിന്നും, ഒരെണ്ണം തിന്നത്തില്ല. എന്റെ പേരാണ് അവന്റെ പട്ടി കിട്ടേക്കണ, നിന്റെ അറിയാമോ? പേര് പട്ടി കിട്ടുന്നോർത്ത് നിനക്കെന്താ കുഴപ്പം? എനിക്ക് എത്ര നല്ല പേരുകൾ പട്ടി കിടുന്നുണ്ട്. ആട്ടെ, എന്താ നിന്റെ പട്ടിയുടെ പേര്? അപ്പു. ഒരു SIയുടെ പേരാണ് പട്ടി കിടുന്നേ. സാറിന്റെ പേരെന്താ? അപ്പു. SI അപ്പു. ഉടനെ തന്നെ പട്ടിയുടെ പേര് മാറ്റിക്കണം. ഈ സ്റ്റേഷൻ പരിധിയിൽ അപ്പു എന്ന് പേരുള്ള ഒറ്റ പട്ടി മതി. മനസ്സിലായോ? സാറേ പെറ്റീഷൻ എഴുതി തരാം. അപ്പു. അപ്പു SI.